സ്ഥാപത്യതന്ത്രം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും മറ്റുള്ളവരുടെ അറിവിലേക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഗൃഹനിർമ്മാണമോ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളോ നടത്തുമ്പോൾ പണി ആരംഭിക്കുന്നതിനുള്ള നല്ല മുഹൂർത്തമെടുത്താണ് പണി തുടങ്ങാറുള്ളത്. ചിലർ വാസ്തുവിദഗ്ധനെ കൊണ്ട് കെട്ടിടത്തിൻ്റെ പ്ലാൻ വാസ്തു നിയമങ്ങൾക്ക് അനുസരിച്ച് വരപ്പിച്ചിട്ടാണ് പണി തുടങ്ങാറുള്ളത്. എന്നാൽ പലപ്പോഴും കണ്ടുവരാറുള്ളത് പ്ലാൻ വരച്ചത് വാസ്തു അനുസരിച്ചാണെങ്കിലും കെട്ടിടം പണിയുന്നത് വാസ്തുവിദഗ്ധൻ്റെ മേൽനോട്ടത്തിലല്ലാതെയാണ്. അത് കാരണം പണി ഏറ്റെടുത്ത് ചെയ്യുന്ന ആൾ വാസ്തു നിയമങ്ങൾക്കനുസരിച്ച് വരച്ചിട്ടുള്ള പ്ലാനിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ള കണക്കുകൾക്കനുസൃതമായിട്ടായിരിക്കുകയില്ല പണിഞ്ഞിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കൂടുതലായി തെറ്റുകൾ സംഭവിക്കാറുള്ളത് നിർമ്മാണത്തിൻ്റെ ചുറ്റിലും മറ്റുമാണ്. ഒരു കെട്ടിടത്തിനും നമ്മളെപ്പോലെ തന്നെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്നീ 5 അവസ്ഥകളുണ്ട്. പ്ലാൻ വരയ്ക്കുന്ന വാസ്തുവിദഗ്ധൻ മേൽപ്പറഞ്ഞവയിൽ മരണച്ചുറ്റിൽ കെട്ടിടം വരാതെയായിരിക്കും പ്ലാൻ വരച്ചു തന്നിട്ടുള്ളത്. എന്നാൽ പണി ചെയ്യുന്ന ആൾ ഈ കണക്കിൽ കൃത്യമായി പണിഞ്ഞിട്ടില്ല എങ്കിൽ പലപ്പോഴും അത് മരണച്ചുറ്റിലേക്കും മറ്റും മാറിപ്പോകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ മാറിപ്പോകുന്നത് കാരണം ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് പല പ്രകാരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾക്കും രോഗദുരിതങ്ങൾക്കും കാരണമായി തീരുമെന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതുമാത്രമല്ല, അങ്ങനെ പണിയുന്ന കെട്ടിടത്തിനും ആയുസ് കുറവായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ ആ കെട്ടിടത്തിന് എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വാസ്തുപ്രകാരം ഒരു കെട്ടിടം പണിയുമ്പോൾ ആ കെട്ടിടത്തിൻ്റെ ദിക്കുകൾക്കനുസരിച്ചുള്ള യോനിയും മറ്റും കൃത്യമായി നോക്കി വേണം പണി തുടങ്ങേണ്ടത്. ഇപ്രകാരം വാസ്തുവിദഗ്ധൻ്റെ മേൽനോട്ടത്തിലല്ലാതെ വാസ്തു നിയമപ്രകാരം വരച്ചിട്ടുള്ള പ്ലാൻ കൃത്യമായി നോക്കാതെ കെട്ടിടം നിർമ്മിക്കുകയും അതിൽ താമസമാക്കി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളും ദോഷങ്ങളും അനുഭവത്തിൽ വരികയും ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വാസ്തുവിദഗ്ധനെ വിളിച്ചുകൊണ്ടുവന്ന് കാണിക്കുന്നതായാണ് കണ്ടുവരുന്നത്. ഗൃഹസ്ഥന് വാസ്തു സംബന്ധമായ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ ആ കെട്ടിടം പൊളിച്ചു മാറ്റി മറ്റൊരു കെട്ടിടം വയ്ക്കുക എന്നുള്ളത് പ്രായോഗികമായ കാര്യമല്ലല്ലോ. ഇന്നത്തെ കാലത്ത് ഒരു കെട്ടിടം വയ്ക്കണമെന്നുണ്ടെങ്കിൽ എത്ര ലക്ഷങ്ങൾ വേണ്ടി വരുമെന്ന് എല്ലാവർക്കും അറിയാം. വാസ്തു സംബന്ധമായ ചെറിയ ചെറിയ പിഴവുകളാണ് കാണുന്നതെങ്കിൽ ലഘുവായ ചില മാറ്റങ്ങൾ വിദഗ്ധനായ ഒരു വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ അവ പരിഹരിക്കുവാൻ കഴിയും. അപ്പോഴും പണിയെല്ലാം പൂർത്തിയാക്കി പുട്ടിയുമിട്ട് പെയിൻ്റടിച്ച് കുട്ടപ്പനാക്കിയ കെട്ടിടത്തിൽ ചില്ലറ മാറ്റങ്ങൾ വരുത്തിയാലും ധനനഷ്ടവും അതിലുപരി കെട്ടിടത്തിൻ്റെ തനതായ ഭംഗിയിൽ കോട്ടവും സംഭവിക്കുക. ഇങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള ആദ്യ വഴി അല്പലാഭം നോക്കാതെ വാസ്തു അനുസരിച്ച് പ്ലാൻ വരച്ച കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ ഒരു വാസ്തുവിദഗ്ധൻ്റെ മേൽനോട്ടത്തിൽ പണി ചെയ്യിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഇങ്ങനെ കണ്ടുവരുന്നില്ല. അതിനാലാണ് ഇനി രണ്ടാമത്തെ പരിഹാര നിർദ്ദേശം ഇവിടെ പറയുവാൻ പോകുന്നത്. അതായത്, ഒരു കെട്ടിടത്തിൽ എന്തെങ്കിലും ചെറിയ ചെറിയ വാസ്തുദോഷം ഉള്ളതായി കാണുകയാണെങ്കിൽ ആ കെട്ടിടം പൊളിച്ചു മാറ്റാതെയും മാറ്റങ്ങൾ വരുത്താതെയും ആ ദോഷങ്ങൾ വാസ്തുബലി നടത്തി പഞ്ചശര സ്ഥാപിക്കുന്നതിലൂടെ പരിഹരിക്കുവാൻ സാധിക്കും. വാസ്തുബലി നടത്തേണ്ടതെങ്ങനെയാണെന്ന വിശദമായ വിവരങ്ങൾ പ്രതിപാദിക്കുന്ന വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ആ വീഡിയോ കാണുക. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോ കഴിയുമ്പോൾ പ്രീവിയസ് വീഡിയോയായി സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണുക. വാസ്തുബലി വിപുലമായ രീതിയിലും ചിലവ് കുറച്ച് വളരെ ലളിതമായ രീതിയിലും ചെയ്യാവുന്നതാണ്. ഇതെല്ലാം വിശദമായി മേൽപ്പറഞ്ഞ വാസ്തുബലി എന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്രകാരം
വാസ്തുബലി നടത്തിയതിന് ശേഷം ആ കെട്ടിടത്തിൽ പഞ്ചശിരസ് സ്ഥാപിക്കുന്നതിലൂടെ പല വാസ്തുദോഷങ്ങളും പൂർണ്ണമായി മാറ്റിയെടുക്കാവുന്നതാണ്. പോത്ത്, സിംഹം, ആന, ആമ, പന്നി എന്നീ 5 മൃഗങ്ങളുടെ ശിരസിൻ്റെ രൂപം ലോഹത്തിൽ തീർത്ത കെട്ടിടത്തിൽ സ്ഥാപിക്കുന്ന കർമ്മമാണ് പഞ്ചശിരാ സ്ഥാപനം. ഇവ സ്വർണത്തിൽ തീർത്ത് സ്ഥാപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എന്നാൽ ഇന്നത്തെ സ്വർണത്തിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ സാധാരണക്കാരന് ഇവ സ്വർണത്തിൽ തീർത്ത് സ്ഥാപിക്കുക എന്നത് അപ്രായോഗികമാണ്. അതിനാൽ ഇവ വെള്ളിയിലും മറ്റും തീർത്തും സ്ഥാപിക്കാവുന്നതാണ്. ചെമ്പുകൊണ്ട് 5 ചെറിയ ചെപ്പുകളുണ്ടാക്കി അതിൽ ഓരോന്നിലും ഓരോ ശിരസുകളുടെ പ്രതിരൂപം വെച്ച് കെട്ടിടത്തിൻ്റെ പ്രധാന മുറിയിൽ ചെറിയ കുഴിയെടുത്ത് അതിൽ വേണം സ്ഥാപിക്കുവാൻ. ഇവ സ്ഥാപിക്കുമ്പോൾ ചെപ്പിൻ്റെ നടുക്കുള്ള കള്ളിയിൽ ആമയും, കിഴക്ക് ആനയും, തെക്ക് പോത്തും, പടിഞ്ഞാറ് സിംഹവും, വടക്ക് പന്നിയും വരത്തക്ക വിധത്തിലായിരിക്കണം സ്ഥാപിക്കേണ്ടത്. ഇത് സ്ഥാപിച്ചതിന് ശേഷം കുഴി മൂടി തറ ടൈൽസോ മാർബിളോ മറ്റോ ഇട്ട് വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. കുഴി മൂടി വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിന് യാതൊരുവിധ അശുദ്ധിയും ബാധിക്കുകയില്ല. ഈ വാസ്തുബലിയും പഞ്ചശിരാ സ്ഥാപനവും നടത്തിക്കേണ്ടത് കർമ്മപുഷ്ടിയുള്ള ഒരു വാസ്തുവിദഗ്ധനെ കൊണ്ടോ അഥവാ വാസ്തുവിദ്യയിൽ പ്രാവീണ്യമുള്ള ഒരു പുരോഹിതനെ കൊണ്ടോ വേണം. അങ്ങനെ ചെയ്താൽ ഒരുവിധമായ വാസ്തുദോഷങ്ങളൊക്കെയും പരിഹരിക്കപ്പെടുന്നതാണ്. അതിനാൽ പ്രിയ പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ആരെങ്കിലും വാസ്തുസംബന്ധമായ ദോഷങ്ങൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് വീട് പൊളിച്ചു മാറ്റുകയോ കൂട്ടിച്ചേർക്കലുകൾ നടത്തുകയോ ചെയ്യാതെ വാസ്തുബലിയും പഞ്ചശിരാ സ്ഥാപനവും നടത്തുക വഴി മിക്ക വാസ്തുദോഷങ്ങളും പരിഹൃതമാകുന്നതാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.